കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ വിടാതെ പിടികൂടിയ ഒന്നായി മാറിയിരിക്കുകയാണ് സ്ത്രീകളുടെ നേരെയുള്ള പെരുമാറ്റം. പി.ടി. ചാക്കോ മുതൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീ വിഷയം കൊണ്ട് പുലിവാല് പിടിച്ച നേതാക്കളെക്കുറിച്ചാണ് പറയുന്നത്. വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് രാജിവെച്ച മന്ത്രിമാരെ കുറിച്ചാണ്. ആരൊക്കെയാണ് ഈ സ്ത്രീകളോടുള്ള പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള സ്ത്രീ ബന്ധങ്ങളുടെ പേരിലുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലോ രാജിവെക്കേണ്ടത് എന്ന് പരിശോധിച്ചാൽ ആദ്യം പി.ടി. ചാക്കോ, പിന്നീട് നീലലോഹിതദാസൻ നാടാർ, പിന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ.ബി. ഗണേഷ് കുമാർ, എ.കെ. ശശീന്ദ്രൻ, ഇങ്ങനെ 5 മന്ത്രിമാർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആരോപണം നേരിട്ടവരെക്കുറിച്ച് വളരെ വേഗത്തിലൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യം പി.ടി. ചാക്കോ തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം തന്നെ തിരുത്തി എഴുതിയതായിരുന്നു പി.ടി. ചാക്കോയ്ക്കെതിരായ വിവാദമെന്ന് നമുക്കറിയാം. അദ്ദേഹം യാത്ര ചെയ്തിരുന്ന കാറിന് അപകടം സംഭവിക്കുകയും ആ സമയത്ത് ഒരു സ്ത്രീ കാറിലുണ്ടായിരുന്നു. ആ സ്ത്രീയുമായി അദ്ദേഹത്തിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു അന്നുയർന്ന ആരോപണം. ആ ആരോപണത്തെ തുടർന്ന് ചാക്കോയുടെ രാഷ്ട്രീയ ഭാവി തന്നെ മാറിമറിയുന്നത് പിന്നീട് നമ്മൾ കണ്ടു. 1962 പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിലും തുടർന്നു വന്ന ആർ ശങ്കർ മന്ത്രിസഭയിലും മന്ത്രിയായിരുന്ന ചാക്കോയ്ക്ക് ഈ ആരോപണത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. 1964 ഫെബ്രുവരി 20 അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ തലവരെയും മാറ്റി എഴുതുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ വഴിത്തിരിവായിരുന്നു ഈ ഒരു സംഭവം. മന്ത്രിസ്ഥാനം രാജിവെച്ച അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനവും അഭിഭാഷക വൃത്തിയും ഒക്കെയായി മുന്നോട്ട് പോവുകയുണ്ടായി. കെ.പി.സി.സി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് അദ്ദേഹം തോറ്റുപോവുകയുമുണ്ടായി. അധികം വൈകാതെ അദ്ദേഹം ഓഗസ്റ്റിൽ നിര്യാതനാവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ വലിയ ഒരു ഉരുൾപൊട്ടൽ തന്നെ ഉണ്ടായി. കേരളത്തിലൊരു പുതിയ പാർട്ടിയും രൂപം കൊണ്ടു. കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ രൂപീകരണം കേരളത്തിൽ വേറൊരു രാഷ്ട്രീയം തന്നെ ആരംഭിക്കുന്നതായിരുന്നു. അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. അടുത്ത ആളാരാണ്? പി.ജെ. കുര്യൻ. സ്ത്രീപീഡനങ്ങളുമായി ബന്ധപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ അടുത്ത ഭൂമികുലുക്കം ഉണ്ടാകുന്നത് 1995 സൂര്യനെല്ലി കേസാണ് അന്ന് ഉയർന്നു വന്നത്. അതിൽ നിരവധി പേർ ഉൾപ്പെട്ടപ്പോൾ പി.ജെ. കുര്യനെതിരായ ആരോപണവും ഉയർന്നു. മറ്റ് പ്രതികൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ പി.ജെ. കുര്യന്റെ പേര് പ്രതിപട്ടികയിൽ വരാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു വിചിത്ര നിർദ്ദേശം ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് നൽകിയാണ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പി.ജെ. കുര്യന്റെ പേര് ഒഴിവാക്കിയത്. അടുത്തയാൾ നീലലോഹിതദാസൻ നാടാർ. 1996 കെ നായനാർ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർക്കെതിരെ ഇങ്ങനെയൊരു പരാതി വരുന്നു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതും ഇങ്ങനെ ഒരു ലൈംഗിക അപവാദ കേസിലായിരുന്നു. IAS ഉദ്യോഗസ്ഥയുടെ പരാതിയിലാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം വന്ന് തെറിച്ചത്. അദ്ദേഹത്തിനെതിരെ ആ സമയത്ത് തന്നെ മറ്റൊരു IFS ഉദ്യോഗസ്ഥയും ഇതേ പരാതി നൽകിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി. സൂര്യനെല്ലി കേസ് വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് ഐസ്ക്രീം പെൺവാണിഭ കേസ് ഉയർന്നു വരുന്നത്. ഈ കേസിൽ പെടുന്നത് അന്ന് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയും ലീഗ് നേതാവുമായ പി.കെ. കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. കോഴിക്കോട് ബീച്ചിൽ പ്രവർത്തിച്ചിരുന്ന KRS ഐസ്ക്രീം പാർലർ കേന്ദ്രീകരിച്ച് ശ്രീദേവി എന്ന ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന സെക്സ് റാക്കറ്റ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പെൺവാണിഭത്തിനായി പ്രേരിപ്പിക്കുന്നു എന്ന വിവരം പുറത്തു വന്നപ്പോൾ സത്യത്തിൽ കേരളം ഞെട്ടിപ്പോയി. പെൺകുട്ടികളുടെ മൊഴിയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നുള്ള പേരും ഉണ്ടായിരുന്നു. 3 തവണ ഈ കേസ് പൊന്തി വന്നു. ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് ആരോപണത്തിന് അടിസ്ഥാനമായ സംഭവം ഉണ്ടാകുന്നത്. ഈ ആരോപണം ഉയർന്നത് 1996 മുഖ്യമന്ത്രിയായി നായനാർ ഭരിക്കുമ്പോഴാണ്. ആദ്യ തവണ കേസ് വന്നതുപോലെ തന്നെ അവസാനിക്കുകയായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. എന്നാൽ രണ്ടാമത്തെ തവണ ഈ കേസിലെ പീഡനത്തിനിരയായ സ്ത്രീ നേരിട്ട് ചാനലുകളിൽ വന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ പീഡിപ്പിച്ചു എന്ന് ആരോപിക്കുന്നു. ഇത് സംഭവിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാണ്, അത് ഓർക്കേണ്ടതുണ്ട്. പിന്നീട് ആരോപണങ്ങൾ പിൻവലിച്ചു, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് നടന്ന പ്രക്ഷോഭങ്ങളുടെ ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിക്ക് അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി KT ജലീലിനോട് തോൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും കുഞ്ഞാലിക്കുട്ടിക്കെതിരായ കേസ് അട്ടിമറിച്ചതാണ് എന്ന അദ്ദേഹത്തിന്റെ ബന്ധുവായ റൌഫിന്റെയും അഭിഭാഷകരുടെയും മറ്റും വെളിപ്പെടുത്തുന്ന ഒളിക്യാമറ വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഓർമ്മയുമുണ്ട്. ഇത് സംഭവിക്കുന്നത് VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ അവസാന കാലത്താണ്. എന്നാൽ ആ വിവാദവും കെട്ടടങ്ങുകയാണ് ചെയ്തത്. അടുത്തയാൾ P.J. ജോസഫ്. VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ തുടക്കകാലത്താണ് അദ്ദേഹത്തിനെതിരായ സംഭവം ഉയർന്നു വരുന്നത്. വിമാനത്തിൽ വെച്ച് മന്ത്രിയായിരുന്ന P.J. ജോസഫ് സഹയാത്രക്കാരിയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള ആരോപണമായി ആണ് ഉയർന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പിന്നീട് രാജിവെച്ചു. പിന്നീട് ഏറെക്കാലത്തിന് ശേഷം അദ്ദേഹം UDF-ൽ ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തയാൾ കെ.ബി. ഗണേഷ് കുമാർ. മന്ത്രിയായിരുന്ന കെ.ബി. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതിന് പിന്നിൽ ഇത് ഒരു സംഭവം തന്നെയായിരുന്നു. ഭാര്യ നൽകിയ പരാതിയായിരുന്നു. ഭാര്യയോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതിയാണ് ഇതിന് അടിസ്ഥാന കാരണമായത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് സരിത എസ് നായരുടെയൊക്കെ വെളിപ്പെടുത്തലുകൾ ഒക്കെ വന്നത്. അതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ, പരാതികളൊക്കെ മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. അടുത്തയാൾ
ജോസ് തെറ്റയിൽ മകൻ ആദർശിനെ വിവാഹം ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ജോസ് തെറ്റയിൽ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന പരാതിയുമായാണ് യുവതി രംഗത്ത് വന്നത്. തന്റെ സമ്മതത്തോടെയല്ല ബലാത്സംഗമെന്നും യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ തെറ്റയിലിനെതിരായ ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന് കോടതി നിരീക്ഷിക്കുകയാണുണ്ടായത്. മാത്രമല്ല, പരാതി തെറ്റയിലിനെതിരായ ഒരു കെണിയൊരുക്കലായിരുന്നുവെന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായി. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സോളാർ കേസിനെ കുറിച്ച് തന്നെയാണ്. നമുക്ക് അത് എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്കറിയാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന UDF സർക്കാരിന്റെ കാലത്തായിരുന്നു വിവാദമായ സോളാർ കേസ് പ്രതിയുടെ വെളിപ്പെടുത്തൽ. അതിൽ ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെയൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഏറെ അന്വേഷണങ്ങൾക്കൊക്കെ ശേഷം ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇവർക്ക് ഈ വിഷയത്തിൽ പങ്കില്ല എന്നുമൊക്കെ കണ്ടെത്തുകയായിരുന്നു. അടുത്തയാൾ PC ജോർജ്, അതും ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള സംഭവം തന്നെയാണ്. ലൈംഗിക താൽപര്യത്തോടെ PC ജോർജ് തന്നെ കടന്നുപിടിച്ചു എന്നായിരുന്നു സോളാർ കേസ് പ്രതിയുടെ പരാതി. AK ശശീന്ദ്രൻ, പിണറായി സർക്കാർ വന്നിട്ട് 10 മാസം പിന്നിടുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മന്ത്രിയും NCP നേതാവുമായ AK ശശീന്ദ്രനെതിരെ ലൈംഗിക അപവാദ ആരോപണം ഉയരുന്നത്. തുടർന്ന് അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് മന്ത്രിസഭയിൽ തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. M വിൻസെന്റ്, അയൽവാസിയായ വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്നായിരുന്നു M വിൻസെന്റിനെതിരായ ആരോപണം. ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് ഈ കേസിന്റെ തുടക്കം. 2016 ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി പീഡിപ്പിച്ചതായി വീട്ടമ്മ പരാതിയും നൽകിയതോടെയാണ് MLAക്കെതിരെ കേസെടുക്കുന്നത്. പരാതിയിൽ M വിൻസെന്റിന് പിന്നീട് ജയിലിൽ പോകേണ്ടിയൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എൽദോസ് കുന്നപ്പള്ളി, പെരുമ്പാവൂർ MLAയും കോൺഗ്രസ് നേതാവുമായ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒരു യുവതി ആരോപണവുമായി രംഗത്ത് വരുന്നത് 2022 2022 സെപ്റ്റംബർ 28 ഇദ്ദേഹം ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് കാട്ടി പേട്ട നിവാസിയായ അധ്യാപിക പരാതി നൽകിയത്. മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് കൊണ്ടുപോകുന്ന വഴി വീണ്ടും ഉപദ്രവിച്ചു എന്നൊക്കെയായിരുന്നു ഇവർ പരാതി നൽകിയത്. കേസ് കോവളം പോലീസിന് കൈമാറിയെങ്കിലും പിന്നീട് ഒക്ടോബറിലാണ് അന്വേഷണം തുടങ്ങുന്നത്. തുടക്കത്തിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതൊക്കെ വലിയ വിവാദത്തിനും ചർച്ചകൾക്കുമൊക്കെയാണ് വഴിവെച്ചത്. PK ശശി, ഡിവൈഎഫ്ഐ വനിതാ നേതാവാണ്. PK ശശിക്കെതിരെ ഇങ്ങനെയൊരു ആരോപണവുമായി രംഗത്ത് വരുന്നത്. ലൈംഗിക പീഡന പരാതിയാണ് അവർ ഉന്നയിച്ചത്. അന്ന് പരാതി അന്വേഷിക്കാൻ പാർട്ടി അന്വേഷണ കമ്മിറ്റിയൊക്കെ നിയോഗിച്ചു. മന്ത്രി AK ബാലനും PK ശ്രീമതിയും ഉൾപ്പെടുന്ന ഒരു കമ്മീഷനാണ് ഉണ്ടായിരുന്നത്. അവർ കണ്ടെത്തിയ ഒരു കാര്യം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച കാര്യമായിരുന്നു. PK ശശിക്കെതിരായ ലൈംഗിക പീഡന പരാതി തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്നായിരുന്നു പാർട്ടി നിയമിച്ച ഈ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. അപ്പോൾ പിന്നെ എന്താണ് തീവ്രത എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള നിരവധി ചോദ്യങ്ങളും ചർച്ചകളും വിവാദങ്ങളും നമ്മൾ കണ്ടു. അടുത്തത് സ്വപ്ന സുരേഷിന്റെ പരാതിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് വിവാദമായ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതിൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക് എന്നിവർക്കെതിരെയുള്ള ആരോപണമാണ് ഉയരുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, തോമസ് ഐസക് മൂന്നാറിലേക്ക് ക്ഷണിച്ചു, സ്പീക്കറായിരുന്ന സമയത്ത് ശ്രീരാമകൃഷ്ണൻ ഔദ്യോഗിക വസതിയിൽ മദ്യപാനം നടത്തി, മോശമായി പെരുമാറി എന്നൊക്കെയായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. അടുത്തത് പീതാംബരക്കുറുപ്പാണ്. കോൺഗ്രസ് നേതാവും കൊല്ലം MPയുമായ പീതാംബരക്കുറുപ്പിനെതിരെയുള്ള ആരോപണം അങ്ങനെ എത്ര പെട്ടെന്ന് നമ്മൾ മറക്കാനിടയില്ല. കാരണം ഒരു സിനിമാ നടി ശ്വേതാ മേനനാണ് അങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത്. തന്നെ ലൈംഗിക ആരോപണ വാർത്ത വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഏറ്റവും ഒടുവിൽ M മുകേഷ് MLA, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് MLAയും നടനുമായ M മുകേഷിനെതിരായ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. ആലുവ സ്വദേശിയായ യുവതിയാണ് മുകേഷ് അടക്കമുള്ള 7 പേർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുമായി മുന്നോട്ട് വരുന്നത്. 2009 ഈ ഒരു സംഭവം. ഏതായാലും MLA രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിലിത രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അത് പരിശോധിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ലോകത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള നേതാക്കളെ ഇത് ഏത് രീതിയിലാണ് ഈ സ്ത്രീ വിഷയം അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ അവർ പെട്ടുപോയിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് ടീക്കോട് പൂർണ്ണമാവുകയാണ്.